ക്ലിയറാണെന്നേ. ഇത് കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. രണ്ട്, ഇഷ്ടമല്ല, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരെ കൺമുമ്പിൽ നിന്ന് മാറ്റണം. ഡിസംബറിലെ ബാംഗ്ലൂരിലെ മഞ്ഞ് തണുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ സമയത്ത് ഇത്രയും യന്ത്രസാമഗ്രികളുമായി കടന്നു ചെന്ന് മനുഷ്യന്മാർ താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെ ബുൾഡോസ് ചെയ്ത് കളയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ്. ഈ രണ്ട് താല്പര്യങ്ങളും ചേരുന്നത് കൊണ്ടാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകം എടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ അവസരം പോലും കൊടുക്കാതെ, പക്ഷെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും ഗ്യാസ് കണക്ഷനുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ എടുത്ത് മാറ്റി വയ്ക്കുന്നു. എന്തിനാണ്? ഈ ക്ലിയറൻസ് ഡ്രൈവ് നടത്തുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അത് പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇവരെല്ലാം പുറത്തേക്ക് കളയുകയും വേണം. അതിനൊരു സാധനം എടുക്കാനൊരു അവസരം കൊടുക്കരുത്. വെളുപ്പം കാലത്ത് പുറത്തേക്ക് ഇടുകയാണ്. RSSൻ്റെ ദേശവ്യാപകമായിട്ടുള്ള പ്രോജക്റ്റുകളെ പ്രതിരോധിക്കാനുള്ള ലെജിറ്റിമസി നഷ്ടമാക്കുകയാണ് കർണാടകത്തിൽ ഈ സർക്കാരിൻ്റെ ഈ കോർപ്പറേറ്റ് സേവ എന്ന് പറയുന്നത്. എത്ര ചെറിയ സ്ഥലത്തെ സാന്നിധ്യമാണ് ഇടതുപക്ഷമെങ്കിലും ആ ഇടതുപക്ഷം എന്നുള്ളത് എത്രമേൽ അനിവാര്യമായ ഒരു സാന്നിധ്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് കർണാടകത്തിൽ നടന്ന സംഭവത്തിനകത്ത് കേരള മുഖ്യമന്ത്രി പ്രതികരണവും അത് ദേശവ്യാപകമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനവും എന്ന് മനസ്സിലാക്കണം. അതിനെ ചെറുക്കാനായിട്ട് KMCCയും അവരുടെ വാചകങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും പറഞ്ഞത് ഇല്ല 80% ഉള്ളൂ എന്നാണ്. 80% മുസ്ലിമുകൾ പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ബുൾഡോസ് ചെയ്യാം, 20% ദളിതുകൾ പാർക്കുന്ന സ്ഥലത്ത് ബുൾഡോസ് ചെയ്യാം, അതിൽ അത്ര കുഴപ്പമില്ല എന്നുള്ളതാണ്. ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ആഖ്യാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊപ്പഗൻഡ മെഷീനറിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും മീഡിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ പ്രകടമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇത് സിദ്ധാരാമയ്യെ കുറ്റം പറഞ്ഞിട്ട് വേണ്ടെന്നേ, നമ്മൾ തിരുത്തണം എന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റുള്ളത്? തിരുത്തണം എന്ന് പറയണ്ടേ? കോൺഗ്രസിൻ്റെ മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ ആകെ ലെജിറ്റിമസിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി യോഗി ആദിത്യനാഥ് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്തായിരുന്നു ബാംഗ്ലൂർ ചെയ്തത് എന്ന ചോദ്യം നിങ്ങൾ തിരിച്ച് കേൾക്കേണ്ടി വരും. അപ്പോൾ അത് തുറന്നൊരു സമ്മതം, തുറന്നൊരു മാപ്പ് പറച്ചിൽ, തുറന്നൊരു തെറ്റുതിരുത്തൽ, അതാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഇതൊന്നും അത്ര തീവ്രതയുള്ള ബുൾഡോസിങ് അല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് സംസാരിച്ചപ്പോഴാണ് കർണാടക സർക്കാരിന് ഇത് പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് പോലും തോന്നുന്നത്. പക്ഷെ അതിനോട് ആദ്യം പ്രതികരിച്ചത് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശിവകുമാറാണല്ലോ, DK ശിവകുമാറാണ്. DK ശിവകുമാർ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിലാണ് ആദ്യം വരുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്നത് പദം എന്താണെന്നറിയാമോ? ക്ലിയറൻസ് ഡ്രൈവ് എന്നാണ്. ക്ലിയറൻസ് ഡ്രൈവ്, അതായത് ഈ ഇസ്ലാം ക്ലിയറൻസ് ഡ്രൈവ് എന്ന് പറയുന്നത് ലോകത്തിൽ മാനവികത, മനുഷ്യാവകാശം ഇതെല്ലാം കൂടുതൽ ആഘോഷിക്കുന്ന ആധുനിക ജനാധിപത്യ ലോകം തള്ളിക്കളഞ്ഞൊരു പദപ്രയോഗമാണ് ഈ ഇസ്ലാം ക്ലിയറൻസ് എന്ന് പറയുന്നൊരു സംഗതി. ചേരികൾ ഇല്ലാതാക്കുന്നത് ക്ലിയറൻസ് വരുത്തിയിട്ടില്ല, ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഈ പ്രശ്നത്തോട് ഒരാഴ്ചയ്ക്ക് ശേഷം, ഏതാണ്ട് ഒരാഴ്ചയാകുമ്പോൾ പ്രതികരിക്കാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം ക്ലിയറൻസ് ഡ്രൈവ് എന്നാണ്. എന്താണ് ക്ലിയർ ചെയ്യുന്നത്? എന്തിനാണ് ക്ലിയറൻസ് നടത്തുന്നത്? ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെയാണ് ക്ലിയർ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക ഒരുതരം ശുദ്ധി കലശം എന്ന് പറയും. അത് എന്താണ് ശുദ്ധിയാക്കുന്നത്? ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങളെ, ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടമില്ലാത്തവരുടെ പ്രസൻസിനെ ഒഴിവാക്കുന്നു. ഇത് രണ്ടുമാണ് ചെയ്തത്. ഇത് രണ്ടിനുള്ള സ്വഭാവം എന്താ പറയുക? വംശീയമായ സ്വഭാവമുണ്ട്, രണ്ട് കൃത്യമായിട്ടുള്ള കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സങ്കലിതമായിട്ടുള്ള രൂപമാണ് കർണാടകത്തിൽ കണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് അവിടെ താമസിക്കുന്ന മനുഷ്യരാണ്. നമുക്കറിയാം, ഭിക്ഷയാചിക്കുന്ന മനുഷ്യർക്ക് അങ്ങനത്തെ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഭിക്ഷയാചിക്കുന്ന മനുഷ്യർക്ക് ആരാധനാലയങ്ങളുടെ മുമ്പിൽ കവ്വാലി പാടിയിട്ട് കിട്ടുന്ന തുട്ടുകൾ കൊണ്ട് ആ പണം കൊണ്ടൊക്കെ ഇങ്ങനെ ടിൻ ഷീറ്റഡ് ആയിട്ടുള്ളതെന്നൊക്കെ അവർ പറയുന്നുണ്ട് സർക്കാർ. ആ ടിൻ ഷീറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര കാലം പണിയെടുത്തിട്ടുണ്ടാവും. ആ സാധനം അവിടെ ഇത്ര വേഗത്തിൽ
ചുരുക്കത്തിൽ ഏറ്റവും ഹൃദയഭേദകമായ കാര്യമെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പുസ്തകം എടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ അവസരം പോലും കൊടുക്കാതെ, പക്ഷെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും ഗ്യാസ് കണക്ഷനുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ എടുത്ത് മാറ്റി വയ്ക്കുന്നു. എന്തിനാണ്? ഈ ക്ലിയറൻസ് ഡ്രൈവ് നടത്തുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അത് പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഇവരെല്ലാം പുറത്തേക്ക് കളയുകയും വേണം. അതിനൊരു സാധനം എടുക്കാനൊരു അവസരം കൊടുക്കരുത്. വെളുപ്പാങ്കാലത്ത് പുറത്തേക്ക് ഇടുകയാണ്. ഇത് എന്തെങ്കിലും തരത്തിൽ അവരുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് അവർ പറഞ്ഞതുപോലെ ശരിയാണ്. ഇത് പുറത്തുനിന്ന് പറഞ്ഞിട്ട് ബോധ്യമാവേണ്ട ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഈ കൃത്യമായിട്ടുള്ള രീതി ഇതേ രീതി അല്ല, ഇനി ഇതിനേക്കാൾ കൂടുതൽ തീവ്രമായതാണോ തീവ്രത കുറഞ്ഞതാണോ എന്നൊക്കെ ഉള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ നോക്കട്ടെ. പക്ഷേ ഇതേ രൂപത്തിൽ ആളുകളെ നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ദില്ലിയിലല്ലേ, ദില്ലിയിൽ ബുൾഡോസറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ബൃന്ദാക്കാരാട്ടിൻ്റെ ചിത്രമുണ്ട്. സുപ്രീം കോടതി ഇടപെട്ടല്ലോ. പിന്നീട് സുപ്രീം കോടതി ഇടപെടുകയും ഇങ്ങനെ ഇത് മനുഷ്യാവകാശം പലതരത്തിലുള്ള നിയമ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഒരു 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 വെളുപ്പാങ്കാലത്ത് തണുത്ത് വിറയ്ക്കുന്ന ഡിസംബറിലെ ബാംഗ്ലൂരിലെ മഞ്ഞ് തണുപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ സമയത്ത് ഇത്രയും യന്ത്രസാമഗ്രികളുമായി കടന്നു ചെന്ന് മനുഷ്യന്മാർ താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധനം ഇങ്ങനെ ബുൾഡോസ് ചെയ്ത് കളയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ്. ഈ രണ്ട് താല്പര്യങ്ങളും ചേരുന്നത് കൊണ്ടാണ്. ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്, അവരെ ഈ നഗരപരിധിയിൽ നിന്ന് കളയണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കോർപ്പറേറ്റ് അജണ്ടകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് വികസനത്തിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമിയാണ്, അതിന് അവിടെ വേറെ ചില ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ഈ മനുഷ്യർക്ക് അന്തസ്സുറ്റ ജീവിതം നയിക്കാൻ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുനരധിവാസം എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരോട് ചർച്ച ചെയ്ത് മനുഷ്യരായി പരിഗണിച്ച് അവരെ മാറ്റിയതിന് ശേഷമല്ലേ ചെയ്യേണ്ടത്? ഇത് ആലോചിക്കാൻ പുറത്തുനിന്നുള്ള സമ്മർദ്ദം വേണ്ടി വന്നു എന്നുള്ളതല്ലേ വസ്തുത. അതിന് മുന്നിൽ എങ്ങനെയാണ് പിടിച്ചിരിക്കുക? നമ്മളിത് കർണാടകത്തിലെ മാത്രം പ്രശ്നമല്ല, കർണാടകത്തിൽ എന്തിനു ഇടപെട്ടു എന്നുള്ളതല്ല. ഇത്തരത്തിലുള്ള നടപടികൾ ഇന്ത്യയിലെമ്പാടും RSSൻ്റെയും BJPയുടെയും സർക്കാരുകൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അധികാരം നമുക്ക് വേണമെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് വേണമെങ്കിൽ, അതിനകത്തെ പ്രതിപക്ഷത്തിലെ മുഖ്യ പാർട്ടിക്ക് വേണമെങ്കിൽ അത് ഉണ്ടാവണമെന്നുള്ളത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുണ്ടാവണമെങ്കിൽ ഈ ജാഗ്രത പുലർത്തണമെന്ന്. പക്ഷേ അവരുടെ കയ്യിലുള്ളൊരു സംസ്ഥാന സർക്കാരിനെ ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്ത് ലെജിറ്റിമസിയാണുള്ളത്? അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ രാഷ്ട്രീയം ഒരു അനിഹിലേഷൻ്റെ, മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ, മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ, ന്യൂനപക്ഷ വേട്ടയുടെ രാഷ്ട്രീയമാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസിനെ റീഇൻവെൻറ്റ് ചെയ്യുകയാണോ ശിവകുമാറും സംഘവും ചേർന്ന് ചെയ്യുന്നത്? അതാണോ അവരുടെ ഇപ്പോഴത്തെ അജണ്ട എന്നത് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് എന്ന് തോന്നുന്നു. അതാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യ സർക്കാർ മൊത്തത്തിൽ അനുവർത്തിക്കുന്ന നയം എന്താണ്? ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് വന്നത്? അതിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്, അതിപ്പോൾ സ്ക്രാപ്പ് ചെയ്തിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്നത് നമുക്കറിയാം, ജി റാംജി നിയമം എന്ന് പറഞ്ഞിട്ടുള്ള നിയമം കൊണ്ടുവരുന്നു. ആ ജി റാംജി നിയമം കൊണ്ടുവരുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അസമത്വ പഠനങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള പിക്കറ്റി, അഭിജിത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ നിയമം എത്രത്തോളം ഹിസ്റ്റോറിക്കലാണ്, എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. ഇത് വന്നതെപ്പോഴാണ്? 1ാം UPA സർക്കാരിൻ്റെ കാലത്താണ്. കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് ശക്തമായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ രാജ്യത്തിനുണ്ടായ സംഭാവനയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ്. ആ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള, ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ടുള്ള സമരങ്ങളെ നയിക്കേണ്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ, ആ സർക്കാർ ഇങ്ങനൊരു കോർപ്പറേറ്റ് അജണ്ട വെച്ച് ന്യൂനപക്ഷങ്ങളും ദളിതരും മാത്രം താമസിക്കുന്ന,
അതിനകത്ത് യാതൊരു സംശയവും ഇപ്പോൾ ഇല്ലല്ലോ. അതിനകത്ത് എത്ര ശതമാനം എന്നുള്ളത് തർക്കമേ ഉള്ളൂ. ന്യൂനപക്ഷത്തിലുള്ളവരും ദളിതരും ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ താമസിക്കുന്നൊരു സ്ഥലത്തേക്ക് ഒരു തവണ പോലും അവരോട് ആരോടും ചർച്ച ചെയ്യാതെ അവർക്കൊരു പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ എന്താണ് ഇവരുടെ തമ്മിലുള്ള വർഗ സ്വഭാവത്തിലുള്ള വ്യത്യാസം? വർഗസ്വഭാവത്തിൽ വ്യത്യാസം നമ്മൾ കാണുന്ന ഏക വ്യത്യാസം എന്ന് പറയുന്നത് കോർ സെക്കുലർ വാല്യൂസ് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. കോർ സെക്കുലർ വാല്യൂസ് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. അല്ലാതെ കോർപ്പറേറ്റ് അജണ്ടകൾക്ക് കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് കരുതുക വയ്യ. ആ കോർ സെക്കുലർ വാല്യൂസിനെ പോലും, സെക്കുലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഗണഗീതം ആലപിക്കുന്ന ഉപമുഖ്യമന്ത്രി ശിവകുമാർ തന്നെയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത് ക്ലിയറൻസ് ഡ്രൈവാണ് എന്ന് പറയുന്നത്. ഇത് ആശങ്കാജനകമാണ്. ഞാനിതിനെ ചെറുക്കണം. ഇത് ആശങ്കാജനകമാണ്. രാജ്യത്തെ പ്രതിപക്ഷ നിരയിലെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കെല്ലാവർക്കുമുള്ള രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആശങ്കയായിട്ടാണ് കർണാടകത്തിലെ പ്രശ്നം മാറുന്നത്. നിങ്ങൾ ബാംഗ്ലൂർ നഗരത്തിൽ പോയിക്കോളൂ. ബാംഗ്ലൂർ നഗരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നഗരത്തിലൊരു നിങ്ങളൊരു 10 ദിവസം താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. കടുത്ത മുസ്ലിം വിരുദ്ധത അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്വഭാവമായി മാറുന്നത് എന്നുള്ളത്. അത് ദളിത് വിരുദ്ധത, മുസ്ലിം വിരുദ്ധത ഇതെല്ലാം വളരെ പ്രകടമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് കർണാടകം എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ കേരളം പോലെയോ തമിഴ്നാട് പോലെയോ ഉള്ള ഒരു സ്ഥലമല്ല, അതിന് ഭിന്നമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ താല്പര്യം കൂടി, ഈ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നിലവിലുള്ള കർണാടക സർക്കാരിൻ്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനകത്തെ പ്രധാനികളായിട്ടുള്ള മന്ത്രിമാരുടെ വരെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ലെജിറ്റിമസിയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ RSSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തീവ്ര ഹിന്ദുത്വ പ്രൊജക്റ്റിനെതിരായിട്ടുള്ള സമരങ്ങൾ കൊണ്ടുവരാനുള്ള ലെജിറ്റിമസി നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടാണ്. അതാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇത് ആലോചിക്കാത്തത്? ഞാൻ ഒരു ലളിതമായൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഗെയിൽ പൈപ്പ് ലൈൻ വലിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. ഭൂമിയുടെ ഒരു യൂസ് റൈറ്റിനകത്ത് കുറച്ച് ഭേദഗതി വരുത്തുകയാണ്, ലിമിറ്റേഷൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്ര പൈസ കൊടുക്കണ്ടേ? കേരളത്തിൽ നടന്ന സമരം ഓർമ്മയില്ലേ നമുക്ക്? ആരൊക്കെ സമരം ചെയ്തത്? അതിപ്പോൾ ഞാൻ പറയുന്നില്ല. സമരം ചെയ്ത എല്ലാ ആൾക്കാർക്കും ഓർമ്മയുണ്ടല്ലോ. കേരളം എങ്ങനെയാണത് സെറ്റിൽ ചെയ്തത്? ആ പദ്ധതി നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ മർക്കടമുഷ്ടി ഉപയോഗിച്ചിട്ടാണോ? അല്ല, മർക്കടമുഷ്ടി ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് മർക്കടമുഷ്ടി ഉപയോഗിച്ച് നടത്തുന്നതിന് പകരം അവരോട് ചർച്ച ചെയ്ത് അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്തപ്പോഴത്തേക്കാണ് അതിനകത്തുനിന്ന് മുതലെടുക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് പിന്മാറേണ്ടി വന്നത്. അതല്ലേ വസ്തുത. അതാണ് അവിടെ നടന്നത്. ദേശീയപാത വികസനത്തിന് കേരളത്തിൽ ഭൂമി ഏറ്റെടുത്തത് എങ്ങനെയാണ്? ഭൂമി ഏറ്റെടുത്തല്ലോ. ഭൂമി ഏറ്റെടുത്തപ്പോൾ കടകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ ഒഴിക്കേണ്ടി വന്നിട്ട് വാസസ്ഥലങ്ങൾ ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? ആരാധനാലയങ്ങൾ, ഖബർസ്ഥാനുകൾ ഇതെല്ലാം മാറ്റിക്കൊടുക്കേണ്ടി വന്നിട്ടില്ലേ? മാറ്റിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം കേരളത്തിലുണ്ടായോ? എന്തെങ്കിലും ഒരു പ്രശ്നം പിൽക്കാലത്തുണ്ടായോ? അതെങ്ങനെയാണ് ആളുകളെ വിശ്വാസത്തിലെടുത്ത്, ആളുകളുടെ സംഘടനകളെ വിശ്വാസത്തിലെടുത്ത്, ആളുകളുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ടുള്ളത് പ്രതിസന്ധിയിലല്ല, മറിച്ച് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുറപ്പുവരുത്തി അതല്ലേ ഭൂമി ഏറ്റെടുത്തത്. ഇവിടെ എന്താ ചെയ്യണത്? വെളുപ്പിന് 4:15 ആൾക്കാരെ, കുഞ്ഞുങ്ങളെ പുസ്തകം പോലും എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചിട്ട് പുതപ്പെടുക്കാൻ പറ്റുന്നില്ല. ഈ വിൻ്ററിൽ, ഈ വലിയ തണുപ്പിൽ അവർക്ക് പുതപ്പെടുക്കാൻ പോലും അനുവാദം കൊടുക്കാതെ അവരെ പറഞ്ഞ് തെളിവിലേക്ക് വിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതും അവിടുത്തെ കർണാടകത്തിലെ റവന്യൂ മന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ റിഹാബിലിറ്റേഷനെ കുറിച്ച് ഇന്നലെ ഞാൻ വായിച്ചത്. ഇന്നിപ്പോൾ എന്താണ് പ്രഖ്യാപിക്കുകയെന്ന് എനിക്കറിയില്ല. അവർക്ക് ഇനി 180 പേർക്ക് ഫ്ലാറ്റ് ഏതോ ഒരു ഗ്രാമപ്രദേശം ഉണ്ടാക്കി കൊടുക്കും എന്നതാണ് വ്യാഖ്യാനമെങ്കിൽ ഈ സമയത്ത് അവരെന്താ ചെയ്യുക? ഇതിപ്പോൾ അവർ എവിടെയാണ് താമസിക്കുക? അവരുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് സ്കൂളിൽ പോവുക? അവരെവിടെയാണ് വോട്ട് ചെയ്യുക? അവരുടെ വിലാസം ഏതാണ്? ഇപ്പോഴുള്ള വിലാസം ഏതാണ്? അവരൊക്കെ അതുവരെ അവർക്ക് ആ പഠിക്കുന്ന സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇന്ന് വരെ, ഈ സമയം വരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുന്നത് വരെ, 10 ദിവസം കഴിയുന്നത് വരെ
അവർക്ക് ഭക്ഷണവും വെള്ളമെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്ന് സർക്കാരിന് തോന്നിയിട്ടില്ല. അവിടുത്തെ ചില റൈറ്റ്സ് ഗ്രൂപ്പുകൾക്കാണ്, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്കാണ് അത് തോന്നിയിട്ടുള്ളത്, വേറെ ആർക്കുമല്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ചെറിയ വളരെ കുറച്ച് മാത്രമുള്ള CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോയിട്ടുണ്ട്. ഇതല്ലാതെ ആരാ ചെയ്തത്? അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ റിഹാബിലിറ്റേഷനെ കുറിച്ച് ആലോചിക്കേണ്ടത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് RSSൻ്റെ സർക്കാർ ഇന്ത്യയിൽ ആകമാനം അവലംബിക്കുന്ന ഇത്തരത്തിലുള്ള പുറന്തള്ളൽ, മനുഷ്യരെ പുറന്തള്ളുന്ന ആ സ്ട്രാറ്റജിക്കെതിരായിട്ടുള്ള ഒരു വിനാശകരമായ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സമരം ചെയ്യാനുള്ള ലെജിറ്റിമസി നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനകത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ പ്രകടമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അവർ പറയേണ്ടവർ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ഇല്ലേ? എന്താണ് കാരണം? കോൺഗ്രസിന് ഇപ്പോഴും രാജ്യത്ത് ഗ്രൗണ്ട് പിടിക്കേണ്ടത് എന്തു പറഞ്ഞിട്ടാണ്? ബദൽ രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ അതോ ഇവരനുകരിച്ചിട്ടാണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൺഫ്യൂഷനകത്താണ് നടക്കുന്നത്. ആ കൺഫ്യൂഷൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കമാന്ത്. ഇതെല്ലാം ആരെങ്കിലും എവിടെയെങ്കിലും ഇടുന്നൊരു പ്രസ്താവന ഇറക്കിയാൽ മാത്രം മതിയൊന്ന്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വർത്തമാനം പറയണ്ടേ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വർത്തമാനം പറയാത്തത്? ഇത് സിദ്ധാരാമയ്യെ കുറ്റം പറഞ്ഞിട്ട് വേണ്ടാന്നേ, നമ്മൾ തിരുത്തണം എന്ന് പറയുന്നതിൽ എവിടെയാണ് തെറ്റുള്ളത്? തിരുത്തണം എന്ന് പറയണ്ടേ? പറയില്ല. അപ്പോൾ അത് പറയാത്തതിൻ്റെ കാരണം കോൺഗ്രസ്സിന് ഇക്കാര്യത്തിനകത്ത് യാതൊരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ RSSന് ബദലായിട്ടുള്ള രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയില്ലായ്മയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തിരുത്തിയില്ലെങ്കിലും ദുർബലപ്പെടും, തീർച്ചയായിട്ടും ദുർബലപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ ആകെ ലെജിറ്റിമസിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി യോഗി ആദിത്യനാഥ് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്തായിരുന്നു ബാംഗ്ലൂർ ചെയ്തത് എന്ന ചോദ്യം നിങ്ങൾ തിരിച്ച് കേൾക്കേണ്ടി വരും. അപ്പോൾ അത് തുറന്നൊരു സമ്മതം, തുറന്നൊരു മാപ്പ് പറച്ചിൽ, തുറന്നൊരു തെറ്റുതിരുത്തൽ, അതാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഇതൊന്നും അത്ര തീവ്രതയുള്ള ബുൾഡോസിങ് അല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ പരമേശ്വര അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ. അദ്ദേഹം നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ മയക്കുമരുന്ന് മാഫിയെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേരളത്തിൽ ഇതുപോലെ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നല്ല, ഒരു പ്രമുഖ ബുദ്ധിജീവിയുടെ ഭാഗത്തുനിന്ന് പറയുകയുണ്ടായി, കേരളത്തിൽ വന്ന മാറ്റത്തെ കേരളം ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു നെറേറ്റീവ് പ്രകടിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കർഷക തൊഴിലാളിയുടെ മക്കളെല്ലാം ബിവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിലും കർഷക തൊഴിലാളിയുടെ കൊച്ചു മക്കളെല്ലാം ഈ എന്താ പറയുക മയക്കുമരുന്ന് കച്ചവടക്കാരുടെ പുറകിൽ ഓടുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ജാതീയമായി വംശീയമായി മനുഷ്യനെ ആക്രമിക്കാനുള്ള എല്ലാ വെറിയന്മാരും ഉപയോഗിക്കുന്ന സാധനം ഇത്തരം ബെനസുകൾ, ഈ എന്താ പറയുക മയക്കുമരുന്ന്, ഇത്തരം സംഗതികൾ എല്ലാം ഇത്തരം സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അവിടെയാണിത് ഈ മയക്കുമരുന്ന് കാട്ടലുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കർണാടകമാണ് കേട്ടിട്ടുണ്ട്, നമുക്കെല്ലാം അറിയുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് പ്രശ്നങ്ങളുടെ എല്ലാം സോഴ്സായി പലപ്പോഴും കണ്ടെടുക്കുന്നത് കർണാടകത്തിലും ബാംഗ്ലൂരിലും ഉള്ള സ്ഥലത്താണ്. അവിടെ പോയി അറസ്റ്റ് ചെയ്യുക. കള്ളച്ചാരായത്തിൻ്റെ കേന്ദ്രമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പലതും അവിടുത്തെ കേന്ദ്രങ്ങൾ. ഇതൊക്കെ ഇതിൻ്റെ സോഴ്സുകൾ അറ്റാക്ക് ചെയ്യാൻ ഒരു തരത്തിലും എന്തെങ്കിലും ഒരു ചെറുവിരൽ കർണാടകത്തിലെ ഗവൺമെൻറ് അടുത്ത കാലത്ത് അങ്ങനെ ഇറക്കിയതായിട്ട് നമ്മളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ട് ഈ സ്ലം ക്ലിയറൻസിൽ കൂടെയാണ് ഇവർ ക്ലിയറാണെന്നേ. ഇത് കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. 2 ഇഷ്ടമല്ല മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരെ കൺമുമ്പിൽ നിന്ന് മാറ്റണം. ഗുജറാത്തിൽ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്ക് മറ്റേ തർക്കോളിൽ നിറച്ച് കെട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടിയോ ഈ മനുഷ്യരെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചത്? ഇവിടെ അതിന് സമാനമായി, അതിനേക്കാൾ ക്രൂരമായി ആളുകളെ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പറിച്ചെറിയുക. ഇപ്പോൾ കാര്യം നടക്കുകയാണെന്നേ. കാര്യം എന്താണ്? അവരോട് വർത്തമാനം പറഞ്ഞ് അവരുമായിട്ട് ഡിബേറ്റ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ കേട്ട് അവർക്ക് റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കുന്നതിന് പകരം ഇവർ പറയണ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇപ്പം സൗകര്യം പോലെയല്ലേ കൊടുക്കാൻ പോണത്. അവരോട് ചോദിച്ചു ആരെങ്കിലും? അത് തന്നെ പറയാൻ പുറത്തുനിന്ന് ഏർപ്പാട് വരേണ്ടി വന്നില്ലേ? ഈ മനുഷ്യന്മാരുടെ മനുഷ്യാന്തസ്സിനോടും മനുഷ്യാവകാശങ്ങളോടും അവർക്ക് തെല്ലും ബഹുമാനമില്ല. ബഹുമാനമില്ല എന്ന് മാത്രമല്ല RSSൻ്റെ ദേശവ്യാപകമായിട്ടുള്ള പ്രോജക്റ്റുകളെ
പ്രതിരോധിക്കാനുള്ള ലെജിറ്റിമസി നഷ്ടമാക്കുകയാണ് കർണാടകത്തിൽ ഈ സർക്കാരിൻ്റെ ഈ കോർപ്പറേറ്റ് സേവ എന്ന് പറയുന്നത്. മീഡിയ വൺ ആണെങ്കിലും അവരുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന് കൂടുതൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതവരറിയാതെ ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല, RSS എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ അവരുടെ മുഖ്യ ശത്രുക്കളായിട്ട് കാണുന്നത്, കാരണം ഇന്ത്യയിലെമ്പാടും പടർന്നു വന്നിട്ട് ഇലക്ടറലായിട്ട് അവർക്ക് ഒരു വലിയ ഭീഷണി ഉണ്ടാക്കാൻ പറ്റിയ പാർട്ടി എന്നുള്ള തരത്തിലല്ലോ നരേന്ദ്രമോദിയും RSSും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഒരു കോണിലുള്ളൊരു പൊട്ടാണെങ്കിൽ ഞങ്ങൾ ശത്രുവാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്ത് പറഞ്ഞിട്ടാണ് ഇവർ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെ ഇത്തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ആക്രമത്തിൻ്റെ 4/100 അംശം ഗണഗീതം പാടുന്ന DK ശിവകുമാറിനെ കുറിച്ച് പറയാൻ മീഡിയ വണ്ണിന് എന്തെങ്കിലും നാവ് പൊങ്ങുമോ? നട്ടലുണ്ടോ? ഇല്ല. എന്താ കാര്യം? മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം, അവരുടെ പ്രൊപ്പഗൻഡ മെഷീനറി ഒന്നടങ്കം ആത്യന്തികമായ RSSന് സേവ ചെയ്യുന്നവരാണ്. RSS ചെയ്യുന്ന അത് തന്നെയാണ് ഇവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ചെറിയ സ്ഥലത്തെ സാന്നിധ്യമാണ് ഇടതുപക്ഷമെങ്കിലും ആ ഇടതുപക്ഷം എന്നുള്ളത് എത്രമേൽ അനിവാര്യമായ ഒരു സാന്നിധ്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് കർണാടകത്തിൽ നടന്ന സംഭവത്തിനകത്ത് കേരള മുഖ്യമന്ത്രി പ്രതികരണവും അത് ദേശവ്യാപകമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനവും എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാകാത്തവരാണോ മാധ്യമത്തിലുള്ളവർ, മീഡിയ വണ്ണിലുള്ളവർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ? അല്ല, മറിച്ച് അങ്ങനെ RSSനെതിരായിട്ടുള്ള ഒരു ചെറിയ തരിയെങ്കിലും പുറപ്പെടുവിക്കാനാവുന്ന ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാവരുത് എന്ന അജണ്ട വെച്ച് ബോധപൂർവം പ്രവർത്തിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് അജണ്ട, വലിയ വായിൽ വർത്താനൊക്കെ പറയുന്നുള്ളതിനപ്പുറത്ത് കോർപ്പറേറ്റ് അജണ്ടയും RSSനെ ആത്യന്തികമായി സഹായിക്കുന്ന അജണ്ടയും വെച്ച് പുലർത്തുന്നവരാണ് RSSും ജമാഅത്തെ ഇസ്ലാം മീഡിയ വണ്ണും. എന്തെല്ലാം തരത്തിലുള്ള അഴുക്ക് നിറഞ്ഞ വാർത്താ പ്രക്ഷേപണ രീതികളാണ് അവർ അവലംബിക്കുന്നത്. ഇതിനകത്ത് തന്നെ നോക്കൂ എങ്ങനെയാണ് അവർക്കിതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഇത് അവിടെ മുസ്ലിം സ്ലമ്മാണോ? എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താ, കേരളത്തിൽ അവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് മുസ്ലിം മതസ്ഥരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അതിനെ ചെറുക്കാനായിട്ട് KMCCയും അവരുടെ വാചകങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും പറഞ്ഞത് ഇല്ല 80% ഉള്ളൂ എന്നാണ്. 80% മുസ്ലിമുകൾ പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ബുൾഡോസ് ചെയ്യാം, 20% ദളിതുകൾ പാർക്കുന്ന സ്ഥലത്ത് ബുൾഡോസ് ചെയ്യാം, അതിൽ അത്ര കുഴപ്പമില്ല എന്നുള്ളതാണോ? അതല്ലേ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുക? ഇതെങ്ങനെയാണ് ഒരു പ്രചരണ പരിപാടിയായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവേണ്ടത്? ഈ ഇടതുപക്ഷം അപ്പോൾ ഇവിടുത്തെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിൻ്റെ എന്താ പറയുക പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ ആണെന്ന് പറയുന്നതിന് എന്താണ് തെറ്റെന്നുള്ളത്? അത് രാഷ്ട്രീയമായി ശരിയല്ലേ? കേരളത്തിൽ എവിടെയാണ് എപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തുള്ളത്? ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ആഖ്യാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊപ്പഗൻഡ മെഷീനറിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമവും മീഡിയ വൺ എന്ന് പറയുന്നത്. അതല്ലേ വസ്തുത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ UDFിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്ത്? ആചാര സംരക്ഷണ നിയമം പാസ്സാക്കും എന്നുള്ളത്. അതിനേക്കാൾ വലിയ ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ വക്താക്കളാകാൻ ആർക്കാണ് പറ്റുക? ആചാരം സംരക്ഷിക്കപ്പെടേണ്ടവയല്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിലേക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷ വിരുദ്ധ അടിച്ചേൽപ്പിക്കാൻ നടക്കുന്നവരല്ലേ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും? അവരാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവരാത്യന്തികമായി ഇവിടെ RSSന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ്. കേരളത്തിലെ സെക്കുലർ ജനവിഭാഗങ്ങളുടെ ഇടയിൽ RSSന് അനുകൂലമായിട്ടുള്ള ഭിന്നത സൃഷ്ടിക്കുക എന്നതാണ് ദീർഘകാലത്തേക്ക് ഇവർ ഉണ്ടാക്കുന്ന. ഇത് കൂടുതൽ വ്യക്തമായി പറയേണ്ടതുണ്ട്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീയ പാർട്ടിയാണ്, ഒരു ഈഴവ പാർട്ടിയാണ് എന്ന നരേറ്റീവ് ആരുടെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ?
മീഡിയ വേണ്ടതല്ലേ? എന്താണ് അതുകൊണ്ടുള്ള ആത്യന്തികമായ ഫലം എന്താണ്? കേരളത്തിലെ ഏറ്റവും ഒരു സമുദായം എന്ന നിലയിൽ ഏറ്റവും വലിയ സെക്കുലർ ഫോഴ്സുകളിൽ ഒന്ന്, അതാണെന്ന് ഞാൻ പറയാം, സെക്കുലർ ഫോഴ്സുകളിൽ ഒന്ന് ഈ കാലമത്രയും നിലകൊണ്ടത് ഒരു സമുദായമാണത്. ആ സമുദായത്തിൻ്റെ നേതാക്കന്മാരോ എന്നല്ല ഞാൻ പറയുന്നത്, ആ സമുദായമാണ്. ആ സമുദായത്തിലെ സാധാരണ മനുഷ്യരാണ്. ആ സമുദായത്തിലെ മനുഷ്യരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കും വിധം ഇത് ഈ ഹിന്ദുത്വ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടർ ബേസ് മാത്രമാണവർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ വികലമാക്കല്ലേ? കള്ള് ഷാപ്പിൻ്റെ മൂലയിൽ ജീവിതം ചെയ്യാൻ വിധിക്കപ്പെട്ട ഈ സമൂഹം എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണെന്നേ. എന്തിനാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നതല്ല പ്രശ്നം. ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഇവർ ആർക്കാണ് ഇത് കൊണ്ട് സംഭാവന ചെയ്യാൻ പോകുന്നത്?